Good morning, students. Today we will be discussing about the upload physiology part of growth hormone. In the last class we had studied the structure, the mechanism of action and the regulation of growth hormone. The abnormalities of growth hormone secretion. The main abnormalities of growth hormone secretions are panhypopituitarism and then dwarfism and gigantism. These are the three abnormalities of growth hormone secretion, respectively panhypopituitarism, dwarfism and gigantism. And the first one is the panhypopituitarism. In panhypopituitarism means there is decreased secretion of all the anterior pituitary hormones. അതിനകത്ത് ഗ്രോത്ത് ഹോർമോൺ അബ്നോർമാലിറ്റി ആയിട്ടല്ല പറയുന്നത്. അതിനകത്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എല്ലാം തന്നെ ഡിക്രീസ്ഡ് സെക്രീഷൻ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ മാത്രമായിരിക്കില്ല അവരുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അവർക്ക് TSH ഡെഫിഷ്യൻ്റ് ആയിരിക്കും, ACTH എല്ലാ പിന്നെ ഗൊണാഡോട്രോപ്പിൻസ്, സെക്ഷൽ ഹോർമോൺസ് എല്ലാം തന്നെ ഇവർക്ക് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ആണ്. ഹൈപ്പോപിറ്റ്യൂട്ടറിസം പാൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. So panhypopituitarism means decreased secretion of all anterior pituitary hormones. So ഈ panhypopituitarism ഉള്ള ആൾക്കാരിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് മാത്രമായിരിക്കില്ല, മറ്റ് ഹോർമോൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസും അതിൻ്റെ കൂടെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. There is decrease in secretion of all the anterior pituitary hormones, and that may be a congenital abnormality, that present from the birth or may occur suddenly or slowly at any time during life, most often resulting from pituitary tumors that destroy the pituitary gland. അതായത് പാൻഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന് പറയുന്നത് കൺജനൈറ്റൽ അബ്നോർമാലിറ്റി ആയിട്ട് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആബ്സെൻ്റ് ആവുന്ന കണ്ടീഷൻ ആവാം. അതായത് ഫ്രം ദ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ തൊട്ടിട്ട് അവർക്ക് ആബ്സെൻ്റ് ആവുന്ന കണ്ടീഷൻ. അതല്ലെങ്കിൽ എവൻച്വലി അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ പിറ്റ്യൂട്ടറിക്ക് ട്യൂമർ വന്നിട്ട് ഈ ട്യൂമർ ഈ ഗ്ലാൻഡിനെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിൽ പിറ്റ്യൂട്ടറി ഡെഫിഷ്യൻ്റ് ആവണം. പിറ്റ്യൂട്ടറിയുടെ ആൻറ്റിയർ പിറ്റ്യൂട്ടറിയുടെ സെക്രീഷൻസ് എല്ലാം ഡെഫിഷ്യൻ്റ് ആകുമ്പോഴും അവർക്ക് എങ്ങനെ വരാം, ഈ പാൻഹൈപ്പോപിറ്റ്യൂട്ടറിസം ഉണ്ടാവും. പാൻഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പ്രസൻറ്റേഷൻസ് ആണ്. അത് നമുക്ക് അഡൽട്ടിലും കാണാം, പിള്ളേരിലും കാണാം. അപ്പോൾ അഡൽട്ടിൽ എങ്ങനെയായിരിക്കും, ദ പാൻഹൈപ്പോപിറ്റ്യൂട്ടറിസം ഫസ്റ്റ് ഒക്കറിങ് ഇൻ അഡൽട്ട്ഹുഡ് ഫ്രീക്വൻലി റിസൾട്ട് ഫ്രം ട്യൂമറസ് കണ്ടീഷനാണ്. അപ്പോൾ മൂന്നാല് കണ്ടീഷൻസ് ആണ് ഇതിൻ്റെ കോസായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ആകുമ്പോൾ എന്തായിരിക്കും അവരിൽ ട്യൂമേഴ്സാണ്. പിന്നെ വരുന്നത് ഈ പിറ്റ്യൂട്ടറി വെസൽസ്, നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ ഈ പിറ്റ്യൂട്ടറിയുടെ മെയിൻ ന്യൂട്രീഷൻസ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഫുൾ ബ്ലഡ് വെസൽസ് നമ്മൾ പറഞ്ഞായിരുന്നു, പോർട്ടൽ സിസ്റ്റം. ആ വെസൽസിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക്, അതിനാണ് ത്രോംബോസിസ് ഓഫ് ദ പിറ്റ്യൂട്ടറി ബ്ലഡ് വെസൽസ്. ആ പോർട്ടൽ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ ത്രോംബോയൊക്കെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്. പിന്നെ വരുന്നത് അവിടെ എന്തെങ്കിലും സർക്കുലേറ്ററി ഷോക്ക് വരിക, അത് അങ്ങനെ വരുമ്പോൾ ആ ഒരു മദറിന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ 3 കണ്ടീഷൻസാണ് അഡൽട്ടിൽ വരുന്നത്. അഡൽട്ടിൽ വരുന്ന 3 കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ട്യൂമേഴ്സ് പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ത്രോംബോസിസ് ഓഫ് ദ പിറ്റ്യൂട്ടറി വെസൽസ്, 3rd വൺ എന്ന് പറയുന്നത് എന്താണ് ഈ മദേഴ്സിൽ ആഫ്റ്റർ ഗിവിങ് ബർത്ത് അവരിൽ പിറ്റ്യൂട്ടറിക്ക് സർക്കുലേറ്ററി ഷോക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻസ്. Panhypopituitarism first occurring in adulthood frequently result from 3 common causes. Tumorous conditions. Tumors ഏതൊക്കെ വരാം, ക്രാനിയോഫാരിഞ്ചിയോമ ഓർ ക്രോമോഫോബ് ട്യൂമേഴ്സ്. ഓർ ഈ ട്യൂമേഴ്സ് എന്ത് ചെയ്യും, ദേ മേ കംപ്രസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അണ്ടിൽ ദ ഫങ്ഷനിങ് ഓഫ് ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെൽസ് ആർ ടോട്ടലി ഓർ ഓൾമോസ്റ്റ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അതായത് ട്യൂമേഴ്സിന് ഗ്രോ ചെയ്തിട്ട് അതിൻ്റെ ഒരു കംപ്രഷൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അങ്ങ് കംപ്രസ്ഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് ഫങ്ഷൻ ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ് ദ നെക്സ്റ്റ് കോസ് ഇസ് ദ ത്രോംബോസിസ് ഓഫ് ദ പിറ്റ്യൂട്ടറി ബ്ലഡ് വെസൽസ്. പിറ്റ്യൂട്ടറി ബ്ലഡ് വെസൽസ് ത്രോംബോസിസ് ആയാൽ എന്താ സംഭവിക്കുക, ആ ബ്ലഡ് വെസൽസിലേക്ക് മുകളിൽ നിന്നാണ് എന്ത് വരുന്നത്, ഹൈപ്പോതലാമിക് ഹോർമോൺസ്, ട്രോപ്പിക് ഹോർമോൺസ് എന്താണ് റിലീസിങ് ഹോർമോൺസ് കിട്ടിക്കഴിഞ്ഞാലേ പിറ്റ്യൂട്ടറിയിൽ നിന്ന് സെക്രീഷൻ നടക്കുള്ളൂ. ബ്ലഡ് വെസലിൽ ത്രോംബോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സാധനം താഴെ റീച്ച് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ അതിന് വേണ്ട റിലീസിങ് ഹോർമോൺസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്രീഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു ഫിലിമിലുള്ള പിക്ചറാണ്. സിനിമയുടെ പേര് ഓർഫൺ. ആ ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു പാൻഹൈപ്പോപിറ്റ്യൂട്ടറിസം ഉള്ള കുട്ടീനെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പിക്ചറിലുള്ളതൊരു, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നൊരു ഗേളാണ്. ഷീ ഈസ് നോട്ട് എ ഗേൾ, എന്നുവെച്ചാൽ ഷീ ഈസ് എ ലേഡി ഓഫ് 30 years. അപ്പോൾ ഇവിടെ പിക്ചർ എന്താണ്, ഇവർ കാണുന്നതിനും ഒരു കുട്ടീനെ പോലെ ഇരിക്കുന്നത്. കാരണം എന്താണ്, അതിൽ ഗ്രോത്ത് ഹോർമോൺ മാത്രമല്ല മറ്റ് പല ഹോർമോൺസും ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരു
ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, അവരുടെ അപ്പിയറൻസ് സെക്ഷുവലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു കുട്ടീൻ്റെ പിക്ചറാണ്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചെന്നേ ഉള്ളൂ. പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം നമ്മളെപ്പോഴും ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസീൻ്റെ ഇത് ചോദിക്കുമ്പോൾ എല്ലാവരും ഡ്വാർഫിസം, ജേജാൻഡിസത്തിൻ്റെ അഡൾട്ട്ഹുഡിൽ വരുമ്പോഴത്തേനും അക്രോമെഗാലി എഴുതാം. പക്ഷേ അതിനേക്കാളും മുന്നേ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അതിനകത്ത് പറയുന്നത് എ ചൈൽഡ് ഹു ഹാസ് റീച്ച് ദ ഏജ് ഓഫ് 10 years മേ ഹാവ് ദ ബോഡി ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് aged 4 to 5 years, and the same person at the age of 20 years may have the bodily development of a child aged 7 to 10 years. അതാണ് പറയുന്നത്. അപ്പോൾ ആ പിക്ചറിൽ കണ്ടല്ലോ അതുപോലെ. അതായത് ഒരു 20 years ആയ ആളാണെങ്കിൽ പോലും ഹിസ് ബോഡി ഡെവലപ്പ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് എ ചൈൽഡ് ഓഫ് എൻ ഏജ് 7 to 10 years. A person with pan hypopituitary dwarfism does not pass through the puberty and never secretes sufficient quantities of ഗോണോഡോട്രോപിക് ഹോർമോൺസ് ടു ഡെവലപ്പ് അഡൽട്ട് സെക്ഷൽ ഫങ്ഷൻ. അവിടെയാണ് നമ്മൾക്ക് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറീസിലെ ഡാർഫിസം മറ്റേ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡാർഫിസം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡാർഫിസത്തിൽ ഒരിക്കലും സെക്ഷൽ ചില കണ്ടീഷനിൽ അഫക്റ്റഡ് ആവും, ചില കണ്ടീഷനിൽ അഫക്റ്റഡ് ആവുന്നില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് നോർമൽ സെക്ഷൽ ഫങ്ഷൻസ് ഉണ്ടാവും, നോർമൽ ഗ്രോത്ത് കിട്ടുവാണെങ്കിൽ, ഗ്രോത്തിൻ്റെ ഗുണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ഇവർക്ക് കിട്ടുവാണെങ്കിൽ സെക്ഷൽ ഹോർമോൺസ് ഉണ്ടാവും, അവർ പ്യൂബർട്ടി ഉണ്ടാവും, റീപ്രൊഡക്ഷൻ നടക്കും. പക്ഷേ ഒരിക്കലും പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡ്വാർഫിസം. 2 ടൈപ്പ് ഡ്വാർഫിസം ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഡ്വാർഫിസം ഉണ്ടാവാം, അതല്ലെങ്കിൽ നമുക്ക് ഈ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം കൊണ്ടുള്ള ഡ്വാർഫിസം ഉണ്ടാവാം. പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസത്തിലെ ഡ്വാർഫിസത്തിന് ദേ ഡസ് നോട്ട് പാസ് ത്രൂ പ്യൂബർട്ടി, അതായത് അവർ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. ദേ ഡസ് നോട്ട് പാസ് ത്രൂ പ്യൂബർട്ടി ആൻഡ് നെവർ സെക്രീറ്റ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗോണോഡോട്രോപിക് ഹോർമോൺ ടു ഡെവലപ്പ് അഡൽട്ട് സെക്ഷൽ ഫങ്ഷൻ. അതായത് ഫീമെയിൽസ് ആണെങ്കിൽ മെൻസസ് ഒന്നും അപ്പിയർ ചെയ്യില്ല, മെയിൽസിൽ സെക്കൻഡറി മെയിൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ചില അവർ ഒരു 25 വയസ്സുള്ള ആളാണെങ്കിലും ഒരു 7-8 വയസ്സുള്ള കുട്ടികളെ പോലെ തന്നെ ആയിരിക്കും അവരുടെ അപ്പിയറൻസ് ഉണ്ടാവുക. പക്ഷേ ഡ്വാർഫുകളും അങ്ങനെയല്ല. നെക്സ്റ്റ് കമ്മിങ് ഡ്വാർഫിസം. The most incidence of dwarfism result from generalized deficiency of anterior pituitary secretion. അത് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എല്ലാം തന്നെ ഡെഫിഷ്യൻ്റ്. അതാണ് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ആൻഡ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. പിന്നെ അഡൾട്ട്ഹുഡിൽ വരുന്നതിൻ്റെ അഡൾട്ട്ഹുഡിലും നമുക്ക് ഈ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ദ റീസൺ ഈസ് ട്യൂമേഴ്സ്. In general, all the physical parts of the body develop in appropriate proportion to one another, but the rate of development is greatly decreased. ഡ്വാർഫിസത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റേറ്റ് ഓഫ് അതിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. എല്ലാ പോർഷനും ഒരേപോലെ ആയിരിക്കും ഗ്രോത്ത്. അതായത് ഒരേപോലെ തന്നെയുള്ള ഗ്രോത്ത് ആയിരിക്കും. അതായത് ഒരു കാലിൻ്റെ അതേ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും അയാളുടെ കൈകൾക്കുണ്ട്. അല്ലാണ്ട് കാല് വലുതും കൈ ചെറുതും അങ്ങനെയില്ല. അതായത് ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് ഗ്രോത്ത് ആണ്. ബട്ട് ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ഗ്രേറ്റ്ലി ഡിക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വലിയ ആളെ നമ്മൾ ചെടീനെയൊക്കെ ബോൺസായി ചെയ്ത പോലത്തെ ഒരു സാധനമാണ്. വലിയ ആളായിരിക്കും, പക്ഷേ അതിനൊരു ഷോർട്ട് സ്റ്റാച്ചറിലുള്ള ഒരാളായിരിക്കും. അത് നമ്മൾ സിനിമയിൽ കാണുന്ന ആളറിയാം, ഗിന്നസ് പക്രു. ഈ കുട്ടീനെ നമുക്കറിയാം, റീസെൻ്റ്ലി നമ്മൾ കുറേ ഫേസ്ബുക്ക് ഇഷ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇൻ 1/3 of such dwarfs, however, only growth hormone is deficient and these persons do mature sexually and occasionally reproduce. ഈ വേറെ ഡിഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇവർക്ക് റീപ്രൊഡക്ഷൻ പോസിബിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡാർഫ്സും. മറ്റേത് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഉള്ള ഡാർഫ്. അവർ ഷോർട്ട് സ്റ്റാച്ചേർഡ് ആയിരിക്കും, പക്ഷേ അലോങ് വിത്ത് ദ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ദേ വിൽ ബി ഹാവിങ് അതർ ഹോർമോൺ ഡെഫിഷ്യൻസി, എസ്പെഷ്യലി സെക്ഷൽ ഹോർമോൺസ്, ഗൊണഡോട്രോപ്പിൻസ്, തൈറോയ്ഡ് ഹോർമോൺസ് എക്സെട്ര. ദർ ഈസ് അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്വാർഫിസം. അത് ഗ്രോത്ത് ഹോർമോൺ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞത്? ഗ്രോത്ത് ഹോർമോൺസിന് കുറേ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആണ് സൊമാറ്റോമെഡിൻസ്. അതിന് കൺജനൈറ്റൽ ഡെഫിഷ്യൻസി ഓഫ് സൊമാറ്റോമെഡിൻ സി ഉണ്ടാകുമ്പോൾ ഒരു ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള പീപ്പിൾസ്, ദേ ആർ കോൾഡ് പിഗ്മീസ്. ഇതാണ് നോർമലായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ അടുത്ത് നിൽക്കുന്ന 2 ആൾക്കാർ എന്താണ്? അവർ പിഗ്മീസാണ്. അവർ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് കൺജനൈറ്റൽ ഡെഫിഷ്യൻസി ഓഫ് അതിൻ്റെ ജനറ്റിക്കലായിട്ടുള്ള ആ ജീൻ ഡെഫിഷ്യൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? സൊമാറ്റോമെഡിൻ സിയുടെ ജീന് ഇവർക്ക് ഡെഫിഷ്യൻ്റ് ആകുമ്പം അവരെന്തായിരിക്കും? അവർ ഷോർട്ട് സ്റ്റേജാണ്. ഇവരുടെ ബ്ലഡിൽ പ്ലാസ്മ നോക്കുമ്പോൾ നോർമൽ ലെവൽ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ് ആയിരിക്കും, പക്ഷേ സൊമാറ്റോമെഡിൻസ് ഇവർക്ക് സെക്രീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റേച്ചർ ഷോർട്ടായിരിക്കും. വേറെ ഒരെണ്ണമുണ്ട് ലെവി ലോറൈൻ ഡ്വാർഫ്. ലെവി ലോറൈൻ ഡ്വാർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡ്വാർഫ്സ് തന്നെയാണ്. അവർക്ക് പിറ്റ്യൂട്ടറി ആബ്സെൻ്റ് ആവുന്ന കണ്ടീഷനാണ്. So, the rate of growth hormone secretion is normal or high, but there is a hereditary inability to form somatomedin C, which is a key step for the promotion of growth by growth hormone. Next is Gigantism. Gigantism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ excess of growth hormone ആണ്. Gigantism 2 ടൈപ്പിലാണ്. വെച്ചാൽ അഡോളസൻസിന് മുമ്പ് ഉള്ളതുണ്ട്, അഡൽട്ട്ഹുഡിൽ ശേഷം.
അഡൾട്ട്ഹുഡ് റീച്ച് ചെയ്തതിന് ശേഷം വരുന്നതുണ്ട്. അപ്പോൾ 2 പ്രസൻറ്റേഷൻ. ഒന്ന് നമുക്ക് ചെറുപ്പത്തിൽ വരുന്നത് നമ്മൾ എന്ത് പറയും, ജൈജാൻഡിസം എന്ന് പറയും. മറ്റേത് അഡൽട്ട് ആയതിനു ശേഷം വരുന്നത് നമ്മൾ എന്താ പറയുക, ആക്രോമെഗാലി. അത് നമ്മൾ ഹോർമോണിൻ്റെ ഗ്രോത്ത് ഹോർമോണിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ക്ലോഷർ ഓഫ് എപ്പിഫൈസിസ് നടന്നതിന് ശേഷം എന്താണ് സംഭവിക്കില്ല, ദർ വോണ്ട് ബി എനി ഫർദർ ലെങ്തനിങ് ഓഫ് ലോങ് ബോൺസ്, ഓൺലി തിക്കനിങ് ഓഫ് ദ ബോൺസ് ആർ പോസിബിൾ. അപ്പോൾ ആ തിക്കനിങ് ഓഫ് ദ ബോൺസ് വരുന്നത് എപ്പോഴായിരിക്കും, ഒരു വലിയ ആളെ ഒരു അഡോളസൻസ് കഴിയുമ്പോൾ ഇത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ലെങ്ത് ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഹൈറ്റ് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് എന്താണ്, ദർ വിൽ ബി ഓൺലി തിക്കനിങ് ഓഫ് ദ ബോൺസ്. അപ്പോൾ ജൈജാൻഡിസം ഒക്കേഷണലി ഇത് അസിഡോഫിലിക് ഗ്രോത്ത് ഹോർമോൺ, അസിഡോഫിലിക് ഗ്രോത്ത് ഹോർമോൺ ട്യൂമേഴ്സാണ് ഇത് കാണിക്കുന്നത് പല ആൾക്കാരിലും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊമാറ്റോട്രോപ്സ് ആണ് 50% എൻഡോക്രൈൻ സെൽസ്. ഇപ്പോൾ പിറ്റ്യൂട്ടറിയിലുള്ള 50% എൻഡോക്രൈൻ സെൽസ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോട്രോപ്സ് ആണ്. സൊമാറ്റോട്രോപ്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are acidophilic in nature. Occasionally, the acidophilic growth hormone producing cells of the anterior pituitary gland become excessively active and sometimes even acidophilic tumors occurring in the gland. ഈ 2 കാരണമാണ്. And as a result, large quantities of growth hormones are produced. All body tissue grow rapidly, including bones. If the condition occurs before adolescence, before the epiphyses of the long bones have become fused with the shaft, the height increase so that the persons become a giant up to 8 feet tall എന്നാണ്. അതായത് അയാൾ അത്രയും 8 feet വരെ ടോൾ ആവുന്നൊരു കണ്ടീഷൻ. അതായത് ഈ അഡൾട്ട്ഹുഡ് റീച്ച് ചെയ്യാൻ ബിഫോർ അഡോളസൻസ് ആണെങ്കിൽ അന്ന് ബിഫോർ അഡോളസൻസിനേക്കാളും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ബിഫോർ ദ എപ്പിഫൈസസ് ഓഫ് ദ ലോങ് ബോൺസ് ഹാസ് ഫ്യൂസ്ഡ്. അത് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിലാണ് ഈ ലോങ് ബോൺസിന് ഹൈറ്റ് ലെങ്തനിങ് സംഭവിക്കുന്നത്. ഇയാളുടെ ഹൈറ്റ് മേ റീച്ച് അപ് ടു 8 feet എന്നാണ്. അവരുടെ കാലിൻ്റെ ഷൂ സൈസ് മേ ബി 14 inches അങ്ങനെയൊക്കെ വരും. അത്രയും വലിയ കാലുള്ള ആൾക്കാരായിരിക്കും. The giant ordinarily has hyperglycemia. എന്താണ് റീസൺ ഫോർ ഹൈപ്പർഗ്ലൈസീമിയ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റബോളിക് ആക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ കുറയ്ക്കും. പക്ഷേ ഗ്ലൂക്കോനിയോജെനിസിസിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഹോർമോൺ ഹാസ് ആൻ എഫക്റ്റ് ഓഫ് ഡയബറ്റോജനിക് ആക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു ജെയിൻറ്റിൻ്റെ ബ്ലഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും, ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആകുമ്പോൾ ഇതെല്ലാം എക്സസ് ആവും. ഒത്തിരി ഗ്ലൂക്കോസ് ലെവൽ ബോഡിയിലുണ്ടാവും, ഗ്ലൂക്കോനിയോജെനിസിസ് ഉണ്ടാവും, അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അയാളുടെ ബ്ലഡ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പർഗ്ലൈസീമിക് ആയിരിക്കും. ഇതാണ് എൻ്റെ റീസൺ. ഈ ഹൈപ്പർഗ്ലൈസീമിക് ആവുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ദ പാൻക്രിയാസ് ആർ പ്രോൺ ടു ഡീജനറേറ്റ് ആൻഡ് ബിക്കോസ് ദേ ബിക്കം ഓവർ ആക്റ്റീവ് ഓയിങ് ടു ഹൈപ്പർഗ്ലൈസീമിയ. Consequently, in about 10% of the giant, full-blown diabetes mellitus eventually develop. അപ്പോൾ ഇനി ചോദിക്കുമ്പോൾ പറയണം, എന്തുകൊണ്ടാണ് ജെയിൻ്റെ ആളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഡയബറ്റീസ്? കാരണം ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആണ്. ഗ്രോത്ത് ഹോർമോൺ ബേസിക്കലി ഒരു ഡയബറ്റോജനിക് ആയിട്ടുള്ള ഹോർമോണാണ്. അതിൻ്റെ 3 ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിക്രീസസ് ദ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ എസ്പെഷ്യലി ഇൻ ദ സ്കെലറ്റൽ മസിൽസ്, പിന്നെ ഗ്ലൂക്കോനിയോജെനിസിസിനെ പ്രൊമോട്ട് ചെയ്യും, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. In most genes, pan-hypopituitarism eventually develop if they remain untreated because the gigantism is usually caused by a tumor of pituitary gland that grows until the gland is destroyed. അത് ഈ ജെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ അവരിൽ പിന്നീട് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഡെവലപ്പ് ചെയ്യും. കാരണം അവരിനകത്ത് ഒത്തിരി ഇത് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് റീസൺ എപ്പോഴും ട്യൂമേഴ്സ് അങ്ങനെ. അപ്പോൾ ഈ ട്യൂമർ വിൽ ഡിസ്ട്രോയ് ദ ഹോൾ ഗ്ലാൻഡ്. അപ്പോൾ അവർക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും, ആ ഗ്ലാൻഡ് മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അവരിൽ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം വരും. This eventual general deficiency of pituitary hormones usually causes the death of a giant in early adulthood. ഈ ജെയിൻസിനൊന്നും തന്നെ ഒത്തിരി ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി പറയുന്നില്ല. അവർ ഒരു ഏർലി ഇതിൽ തന്നെ ഡെത്ത് സംഭവിക്കും. കാരണം ആദ്യം ഇവർക്ക് ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിരിക്കും. പിന്നീട് എന്ത് സംഭവിക്കും, ഈ ഹോർമോൺ എക്സസ് കാരണം റീസൺ പലപ്പോഴും ട്യൂമേഴ്സൊക്കെ ആയിരിക്കും. ഈ ട്യൂമേഴ്സ് ദേ വിൽ ഡിസ്ട്രോയ് ദ ഹോൾ ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിനെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഇവരിൽ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഇവരിൽ ഡെത്ത് വരും. ഇയാളൊരു ജെയിൻ്റാണ്. അയാളുടെ അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ നോർമൽ അഡൽട്ടാണ്. പക്ഷേ ഇയാളൊരു ജെയിൻ്റ് ആയതുകൊണ്ട് അയാളുടെ സൈസ്, അയാളുടെ ഹൈറ്റ് വലിയ ഹൈറ്റ് വരും. ഓൾമോസ്റ്റ് 8 feet വരെ ഹൈറ്റ് വരുന്നുണ്ട്. വെയിറ്റും കൂടുതലൊരു അവർ എന്താണ്, ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡി ഒരു ലീനായിട്ടാണ് കൊണ്ടുവരുന്നത്. തടിച്ച ആൾക്കാരായിരിക്കില്ല, ഒബീസ് ആയിരിക്കില്ല. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്രോമെഗാലി. ആക്രോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോളസൻസ് കഴിഞ്ഞിട്ട് ഗ്രോത്ത് ഹോർമോൺ എക്സസ് ഉണ്ടാകുന്ന കണ്ടീഷൻ. അതായത് ഒന്നെങ്കിൽ എക്സസ് ആകുന്ന ഏതെങ്കിലും ട്യൂമേഴ്സ്, പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നീട് അവർക്ക് ഗ്രോത്ത് ഹോർമോൺ എക്സസ്. ആക്രോമെഗാലി if an acidophilic tumors occurs after adolescence, that is after the epiphyses of the long bones have fused with the shaft, the person cannot grow taller, but the
bones can become thicker and the soft tissue can continue to grow, and this condition is called acromegaly. ഈ acromegaly gigantism ഒക്കെ എന്താണ്, ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഗ്രോത്ത് ഹോർമോൺ മൊത്തത്തിലൊരു എസ്സേ ടോപ്പിക്കാണ്. The enlargement is especially marked in the bones of the hands, feet, and in the membranous bones, including cranium, nose, bosses on the forehead, and supraorbital ridges, lower jawbone, and the portion of vertebrae, because their growth does not cease at adolescence. അഡോളസൻസിൽ ലോങ് ബോൺസിൻ്റെ ഗ്രോത്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, മറ്റ് ബോൺസിന് ഗ്രോ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബോൺസാണ് പറയുന്നത്? ബോൺസ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, മെംബ്രേനിയസ് ബോൺസ്, നമ്മുടെ ക്രേനിയം, പിന്നെ നമ്മുടെ നോസ്, ബോസസ് ഓഫ് ഫോർഹെഡ്, പിന്നെ സബ് ഓർബിറ്റൽ റിഡ്ജസ് ആൻഡ് ലോവർ ജോ ബോൺ. ഈ ലോവർ ബോണിലാണ് ഇവർക്ക് മാർക്കാണ്. ജോ ബോൺസ് ഗ്രോസ് ഈവൻ ആഫ്റ്റർ അഡോളസൻസ് കഴിഞ്ഞിട്ട് ഗ്രോ ചെയ്യുന്നൊരു ബോണാണ് ജോ ബോൺ. നമ്മുടെ ഏജ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതും ഫോറൻസിക്കിലൊക്കെ ഈ ജോ ബോൺസിൻ്റെ സൈസും അതിൻ്റെ അറ്റാച്ച് ഇത് നോക്കിയിട്ടാണ്. Consequently, the lower jaw protrudes forward, sometimes as much as half an inch. The forehead slant forward because of the excess development of supraorbital ridges. നമ്മൾ ഈ ഡ്രാക്കുളേനെയൊക്കെ പോലത്തെ എന്താ പറയുമല്ലോ, ഇങ്ങനെ റിഡ്ജസ്, ഈ പിരികത്തിൻ്റെ ഇത് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ നമ്മൾ ഈ വില്ലൻ ക്യാരക്ടേഴ്സിലൊക്കെ കാണും പോലെ ഈ ഒരു ഇത് റിഡ്ജിന്, ഈ സുപ്രാഓർബിറ്റൽ റിഡ്ജ് വളരെ പ്രോമിനൻ്റ് ആയിരിക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് സുപ്രാഓർബിറ്റൽ റിഡ്ജ്, ദ നോസ് ഇൻക്രീസസ് ടു ആസ് മച്ച് ട്വൈസ് നോർമൽ സൈസ്. അപ്പോൾ അയാളുടെ അപ്പിയറൻസ് നിങ്ങൾ ഏകദേശം മനസ്സിൽ പിക്ചറൈസ് ചെയ്യുക. അതായത് അയാളുടെ ഫോർഹെഡ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ ബോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പുറത്തോട്ട് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഫോർഹെഡ് ആയിരിക്കും. എസ്പെഷ്യലി അയാളുടെ സുപ്രാ ഓർബിറ്റൽ റിഡ്ജസ്. പിന്നെ നോസിൻ്റെ പ്രത്യേകത അറിയാം. നോസ് എങ്ങനെയാണ്? നോസ് ഓൾമോസ്റ്റ് പിന്നെ ട്വൈസ് ദ സൈസ് ഓഫ് നോർമൽ സൈസ്. പിന്നെ കാലിൻ്റെ ഫീറ്റ് റിക്വയർസ് സൈസ് 14 or larger shoes, and the fingers become extremely thickened so that the hands are almost twice the normal size. ഇതൊരു അക്രോമെഗാലി. അയാളുടെ ജോ ശ്രദ്ധിച്ചാൽ മതി, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അയാളുടെ ഫോർഹെഡ് ഇങ്ങനെ ബോസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ സൂപ്രാ ഓർബിറ്റൽ റിഡ്ജസ് അത്ര പ്രോമിനൻ്റ് അല്ല. ചില ആൾക്കാരിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം, അതിങ്ങനെ ആ പിരികത്തിൻ്റെ ഭാഗം ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും. ഇൻ അഡീഷൻ ടു ദീസ് എഫക്ട്സ്, ചേഞ്ചസ് ഇൻ ദ വെർട്ടിബ്രേ ordinarily causes a hunched back, അതായത് ഈ കൂന് പോലത്തെ അതാണ് hunched back എന്ന് പറയുക, which is clinically called kyphosis. Finally, many soft tissue organs such as tongue, liver, especially kidney become greatly enlarged. ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ബോണിൽ മാത്രമല്ല മൊത്തം സോഫ്റ്റ് ടിഷ്യൂവിൽ മൊത്തം ആക്ഷൻ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഉണ്ടാവും, അയാളുടെ സോഫ്റ്റ് ഓർഗൻസ്, പിന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസ്, എസ്പെഷ്യലി ഇതിൽ പറയുന്നത് കിഡ്നി എൻലാർജ് ചെയ്യും, ലിവർ, കിഡ്നി അങ്ങനത്തെ ഓർഗൻസൊക്കെ എൻലാർജ് ചെയ്യും. ടങ് ഇവരുടെ എൻലാർജ്ഡ് ആയിരിക്കും. പിന്നെ ഇവരുടെ ബാക്ക് ഇങ്ങനെ ഒരു കൂന് പോലെ ഉണ്ടാവും, അതിനാണ് നമ്മൾ പറയുക ഹൺച്ച്ഡ് ബാക്ക്. ക്ലിനിക്കലി ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് കൈഫോസിസ്. ഇതാണ് ഒരു ഹഞ്ച് ബാക്ക്. അയാളുടെ പുറകെ കണ്ടില്ലേ, അയാൾ അറിയില്ല നിങ്ങൾക്ക്, ഹൾക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഈ അപ്ലൈഡ് ആസ്പെക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വൺ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അതിനകത്ത് എല്ലാ ഹോർമോൺസും ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഗ്രോത്ത് ഹോർമോൺ മാത്രമല്ല ബാക്കി പിറ്റ്യൂട്ടറി ഹോർമോൺസ് എല്ലാം ഡെഫിഷ്യൻ്റാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫിസമാണ്. ഡ്വാർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം കൊണ്ടുള്ള ഡ്വാർഫിസം ഉണ്ടാവും, മറ്റ് ഗ്രോത്ത് ഹോർമോൺ മാത്രമുള്ള ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഡ്വാർഫിസം ഉണ്ടാവും. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻ്റ് ആയ ആൾക്കാർ സെക്ഷലി ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസ് ദേ നെവർ പാസ് പിറ്റ്യൂട്ടറി ആൻഡ് ദേ വോണ്ട് ഹാവ് എനി ആക്റ്റീവ് സെക്ഷൽ ലൈഫ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഡ്വാർഫ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിഗ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റോമെഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന പിഗ്മീസാണ്. പിന്നെ ഡ്വാർഫിസം നമ്മൾ പറഞ്ഞു, ഇവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അങ്ങനെ. പിന്നെ ജൈജാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഗ്രോത്ത് ഹോർമോൺ എക്സസ് ബിഫോർ അഡോളസൻസ് ആൻഡ് ആഫ്റ്റർ അഡോളസൻസ്. ബിഫോർ അഡോളസൻസിൽ ജൈജാൻറ്റിസം, ആഫ്റ്റർ അഡോളസൻസിലാണ് അക്രോമെഗാലി. കാരണം ബിഫോർ അഡോളസൻസിൽ എപ്പിഫൈസിൽ ഫ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ലോങ് ബോൺ ക്യാൻ ഗെറ്റ് ലോങ്ങർ, അത് വീണ്ടും അതിന് ലെങ്ത്ത് കൂടാം. അപ്പോൾ അവരിൽ ദെയർ ഹൈറ്റ് മേ റീച്ച് അപ് ടു 8 feet എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കണ്ടീഷൻ നമ്മൾ പറയുന്നത് അക്രോമെഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോളസൻസിൽ വരുന്ന ബേസിക്കലി എന്തായിരിക്കും, ട്യൂമേഴ്സ് അങ്ങനെ ആയിരിക്കും. ഈ ട്യൂമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഫർദർ ലെങ്തനിങ് അല്ല, ദർ ഈസ് ഓൺലി ദ തിക്കനിങ് ഓഫ് ദ ബോൺസ്, എസ്പെഷ്യലി ദ മെംബ്രേനിയസ് ബോൺസ് ഓഫ് ഹാൻഡ്സ്, ഫീറ്റ്, പിന്നെ നമ്മുടെ വെർട്ടിബ്രേ, സ്കള്, ക്രേനിയം, പിന്നെ ബോസിങ് ഓഫ് ഫോർഹെഡ് ഉണ്ടാവും. അതേപോലെ സുപ്രാ ഓർബിറ്റൽ റിഡ്ജ് ഭയങ്കര പ്രോമിനൻ്റ് ആയിരിക്കും. പിന്നെ ജോ ബോൺസ് പ്രൊട്രൂഡ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന താടി, ഇങ്ങനെ തള്ളി നിൽക്കുന്ന താടിയായിരിക്കും. അതൊക്കെയാണ് അക്രോമെഗാലിയുടെ ഫീച്ചേഴ്സ്.
പിന്നെ along with their growth in bones പിന്നെ എന്താണ് അവരുടെ സോഫ്റ്റ് ടിഷ്യൂ ഓർഗൻസും എൻലാർജ് ചെയ്തിരിക്കും. എസ്പെഷ്യലി ലിവറിൽ ഹെപ്പറ്റോമെഗാലി ഉണ്ടാവാം, കിഡ്നിയുടെ സൈസ് കൂടാം, പിന്നെ ടങ് ഇതെല്ലാം തന്നെ ലാർജ് സൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അപ്ലൈഡ് ആസ്പെക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.